മനുഷ്യരാശിക്ക് വളരെ സന്തോഷപരമായ ഒരു ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ എന്നോട് വളരെ കുസൃതിയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വരുന്ന പുതിയ ടെക്നോളജിക്ക് ഞങ്ങളുടെ വയസ്സൊക്കെ ഒരു 20-ലാക്കി തരാൻ പറ്റുമോ? നോക്കൂ, ആ സമയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. റിവേഴ്സൽ ഓഫ് ഏജിങ്ങിന് ആദ്യമായി FDA അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന ഒരാളാണ് ഡോക്ടർ ഡേവിഡ് സിംഗ്ലർ. പുള്ളി ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ നിന്ന് PhD ആണ്. പുള്ളി ദുബായിലെ ഗവൺമെൻറ് സമ്മിറ്റിൽ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഹ്യൂമൻ ട്രയൽ ഡോക്ടർ ഡേവിഡ് സിംഗ്ലർ ഇതിനു മുന്നേ തന്നെ എലിയിലും അതുപോലെ തന്നെ മങ്കിയിലും നമുക്കിത് കാണിച്ചു തന്നിരുന്നു. ആക്ച്വലി എവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു മിത്ത് എന്ന് പറയുന്നത്? നമ്മൾ ഡോക്ടറൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ നമ്മളോട് പറയും, ഇപ്പം നമുക്ക് ബാക്ക് പെയിൻ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർ പറയും വയസ്സായില്ലേ എന്ന്. ഇനി ഇത് ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. നമ്മൾ ഏജിന് കാരണക്കായ ഒരു ജീൻ എന്ന് പറയുന്നത് സെർട്യൂൺ എന്ന് പറയുന്ന ജീന് ഓഫ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് വയസ്സാകുന്നത്. ഇനി നമുക്കതിനെ ഓണാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. എവിടെയാണ് യഥാർത്ഥത്തിലുള്ള പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ഏജിങ് ഈസ് നോ ലോങ്ങർ എ ഇനവിറ്റബിൾ നാച്ചുറൽ പ്രോസസ്സ്. ഇന്ന് വരെ നമ്മൾ കരുതിയിരുന്നത് വയസ്സാകുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്. നൗ ഇറ്റ് ഈസ് എ ട്രീറ്റബിൾ മെഡിക്കൽ കണ്ടീഷൻ. വയസ്സാകുക എന്ന് പറയുന്നത് ഒരു രോഗമാണ്, അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ബോഡി ഒരു കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം പോലെയാണ്. അത് ഒരു ഹാർഡ്വെയർ പോലെ, ഒരു കാറ് പോലെ ഒരു വിയർ ആൻഡ് ടിയർ വരുന്നതല്ല. അതൊരു സോഫ്റ്റ്വെയറാണ്. അത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇത് റീസെറ്റ് ചെയ്യുന്ന സ്വിച്ചിനെയാണ് നമുക്കറിയാം. നൊബൽ പ്രൈസ് കിട്ടിയ യമനക്ക ജീൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വയസ്സാകുമ്പോൾ ഒരു 50% കൂടുതൽ ആളുകൾക്ക് 4-5 ഡിസീസ് ഉണ്ടാകുന്നതാണ്. നമ്മൾ ക്യാൻസറിനെ മുഴുവൻ എലിമിനേറ്റ് ചെയ്താൽ പോലും മനുഷ്യന് ഒരു ലൈഫ് എക്സ്റ്റൻഷൻ 2.5 ഇയേഴ്സിൽ കൂടുതൽ. ഇപ്പം വയസ്സാകുന്ന സമയത്ത് നമുക്ക് ക്യാൻസർ, ഹെയർ ഡിസീസ്, ആൾസൈമർ, പാർക്കിൻസൺ ഇങ്ങനത്തെ 5 അസുഖങ്ങൾ ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ ഒരു ഡിസീസിനെ സോൾവ് ചെയ്താലും മറ്റ് ഡിസീസ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നടക്കുന്നത് ട്രീറ്റിംഗ് ഇൻഡിവിജ്വൽ ഡിസീസ് ഈസ് എ ലൂസിങ് ബാറ്റിൽ അഗെയിൻസ്റ്റ് ദ എക്സ്പോണൻഷ്യൽ കർവ് ഓഫ് ഏജിങ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഓരോ അസുഖങ്ങളെ സോൾവ് ചെയ്യാൻ. അതിന് പകരം യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മൾ ഏജിങ് എന്നതിനെ സോൾവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കറണ്ട് മെഡിസിൻ വെയിറ്റ് ടു ഡിസീസ് ടു appear, we must treat them upstream the cause.